കൂടുതലായിട്ടും പറഞ്ഞാൽ ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന പലരും അവിടെ വന്നതിന് ശേഷം അത് മാറി, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെന്നിട്ടും മാറാത്ത പല അസുഖങ്ങളും ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞത്. അച്ഛൻ ശരീരത്തിനൊന്നും സുഖമില്ലായിരുന്നു, എപ്പോഴും വയ്യാഴിയായിരുന്നു. ഇവിടെ വന്നിരുന്ന് നാമം ജപിക്കുകയും കഴിവുള്ള വഴിപാടുകളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്ത് മരുന്നുകൊണ്ട് പോലും മാറാത്ത കാര്യങ്ങൾ അമ്മ മാറ്റി തന്നു. വടിയെ പോലും നടക്കാൻ പറ്റാത്ത ഇതിൽ കോരി ഇങ്ങനെ എടുത്തോണ്ടായിരുന്നു വന്നത്. ആള് പിന്നെ വടിയേലായി, പിന്നെ നല്ല രീതിയിൽ നടന്ന് പിന്നെ 3-4 വർഷത്തോളം ജീവിച്ചിരുന്നു കഴിഞ്ഞാണ് മരിച്ചത്. അതിന് മുൻപ് എനിക്ക് ജോലിയില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ആദ്യമായിട്ട് കിട്ടുന്ന അപ്പം അമ്മ പറഞ്ഞിരുന്നു വിഷമിക്കേണ്ട, ജോലി കിട്ടും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ അമ്മയ്ക്ക് വേണ്ടി എനിക്ക് ആദ്യത്തെ ശമ്പളം തന്നെ ഞാനത് മാറ്റി വെച്ചിട്ട് എനിക്കത് കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർത്തിട്ടുള്ള മറ്റൊരു ഭക്തയാണ്. ഇപ്പോൾ അമ്മയുടെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരുപാട് അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് ചോദിച്ചറിയാം. അപ്പോൾ നമ്മുടെ പേരെന്ന് പറയുന്നത്? എൻ്റെ പേര് സുനിമോൾ. സുനിമോൾ എന്നാണ് നമ്മുടെ പേര്. അപ്പോൾ അമ്മയ്ക്ക് ഉണ്ടായിട്ടുള്ള ജീവിതങ്ങൾ നമുക്ക് അനുഭവങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളൊന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ക്ഷേത്രത്തിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ ഒരു ഇതൊക്കെ ആയിട്ടാണ് ഇവിടെ വന്നത്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം അമ്മ തന്നെ ഇവിടെ അനുഗ്രഹിച്ചപ്പോൾ അമ്മ പറഞ്ഞിരുന്നു ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി, അപ്പം ഇന്ന ദോഷങ്ങളുണ്ട്, അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് അത് ഇന്ന പ്രതിവിധികൾ ചെയ്യാനുണ്ട്, അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ട് അച്ഛൻ്റെ ആരോഗ്യത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അച്ഛന്, അമ്മ, ഞങ്ങൾ സഹോദരങ്ങൾ എല്ലാവരും കൂടി ഇവിടെ വന്നിട്ട് ഞങ്ങൾ അതിൻ്റെ വഴിപാടുകൾ ചെയ്തു. ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ടാണ് അതിൻ്റെ വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തത്. അന്ന് അമ്മ നല്ല രീതിയിൽ തന്നെ ചെയ്തിരുന്നു. അത് ഞങ്ങൾക്കൊരു വലിയൊരു അനുഭവം തന്നെയായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് നല്ലൊരു എന്താ പറയേണ്ടതെന്നറിയില്ല, അത്രയ്ക്കൊരു ദൈവാധീനം തന്നെയായിരുന്നു. അതിനുശേഷം പിന്നെ ഒരു വീട്ടിൽ വന്നൊരു ഹോമം നടത്തുകയുണ്ടായി. അമ്മ അവിടെ വന്നിരുന്നു, ഹോമം നടത്തി ഞങ്ങളുടെ അവിടുത്തെ ദോഷങ്ങൾ ഒഴിവാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസം തന്നെയാണ്. ഞങ്ങളിപ്പോഴും വരുന്നുണ്ട്, ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ഭക്തർ കൂടുതലും ഇപ്പോൾ സന്താനലബ്ധി പറയുന്നവരുണ്ട്, മംഗല്യയോഗം അങ്ങനെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ കൂടുതലും അതിനകത്ത് ഇടയ്ക്ക് പറഞ്ഞ് ഞാൻ കേൾക്കുന്നത് വെച്ചാൽ, കൂടുതലായിട്ടും പറഞ്ഞാൽ ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന പലരും അവിടെ വന്നതിന് ശേഷം അത് മാറി, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെന്നിട്ടും മാറാത്ത പല അസുഖങ്ങളും ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞത്. അച്ഛൻ ഇതുപോലെ എല്ലാ ട്രീറ്റ്മെൻറ്റുകളും കഴിഞ്ഞിട്ട് അച്ഛന് ബുദ്ധിമുട്ടായിട്ട് അത് മാറാതെ വന്നതിന് ശേഷം ഞങ്ങൾ കുടുംബപരമായിട്ട് എല്ലാവരും കൂടെ വന്നിട്ട്, അച്ഛൻ, അമ്മ, ഞാൻ, മോള് എല്ലാവരും കൂടെ വന്നിട്ട് ഇതുപോലെ വഴിപാടുകൾ നടത്തി. അന്ന് ഒരു അഭിഷേകമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. അമ്മ അല്ലാത്തപ്പോൾ സാധാരണ വരുമ്പോൾ ഇവിടെ എന്താണ് നടത്തുന്നത്? ഒരു വഴിപാട് നടത്താറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദേവിക്ക് എന്താണോ ഇഷ്ടം, അതായത് ഇപ്പോൾ എനിക്കൊരു ജോലി ഇല്ലായിരുന്നു. ഇപ്പോൾ 10 വർഷമായിട്ടാണ് ഇപ്പോൾ എനിക്കൊരു ഗവൺമെൻറ് സർവീസിലെ ജോലി ആയത്. 10 വർഷം കംപ്ലീറ്റ് ആവുന്നു. അതിന് മുൻപ് എനിക്ക് ജോലി ഇല്ലായിരുന്നു. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ആദ്യമായിട്ട് കിട്ടുന്ന അപ്പം അമ്മ പറഞ്ഞിരുന്നു വിഷമിക്കേണ്ട, ജോലി കിട്ടും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ അമ്മയ്ക്ക് വേണ്ടി എനിക്ക് ആദ്യത്തെ ശമ്പളം തന്നെ ഞാനത് മാറ്റി വെച്ചിട്ട് എനിക്കത് കഴിഞ്ഞിട്ട് വരാൻ പറ്റാഞ്ഞിട്ട് അത് അമ്മ ഭദ്രമാക്കി അതിൽ നിന്ന് തന്നെ അമ്മയുടെ കയ്യിൽ, അച്ഛൻ്റെ കയ്യിൽ സാലറി കൊടുത്തിട്ട് അവർ അതിൽ നിന്ന് തന്നെ ഒരു വിഹിതം മാറ്റി വെച്ചിട്ട് എനിക്ക് വരാൻ പറ്റിയ ആ സമയത്താണ് ഞാനിവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും എനിക്കൊരു ദൈവാധീനമാണ് ആയിട്ടാണ് ഞാനിപ്പോൾ. അപ്പോൾ ജോലി കിട്ടിയതും ഇവിടെ വന്നതിന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എനിക്ക് ജോലി തന്നെ കിട്ടിയത്. ഇപ്പം ഞാൻ ഗവൺമെൻറ് എംപ്ലോയി ആണ്. ഇപ്പോൾ 10 വർഷം കംപ്ലീറ്റ് ആയി. അതുവരെ ഒരു പ്രൈവറ്റ് ഇതിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. 10 വർഷത്തോളമായിട്ട് അപ്പോൾ വരുന്നുണ്ട്. 10 വർഷം മുന്നേ ആണ് പറഞ്ഞ കാര്യം നടന്നത്. അപ്പോൾ ഫാമിലി മക്കളൊക്കെ ഇവിടെ വരാറുണ്ടോ? മോള് വരാറുണ്ട്. മോള് എപ്പോഴും വരാറില്ല, എന്നാലും മോള് പറ്റുന്ന സമയത്തൊക്കെ വരാറുണ്ട്. പിന്നെ അച്ഛനും അമ്മയ്ക്കും അവർ വരുന്ന ആവതുള്ള സമയത്ത് അവർ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ തീരെ വയ്യ, അതുകൊണ്ട് അവർ വരുന്നില്ല. എന്നാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വിളിച്ച് തിരക്കി അന്വേഷിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ തന്നെയാണ്. ക്ഷേത്രത്തിൽ നമ്മളിപ്പോൾ മറ്റൊരു ഭക്തിയുടെ അനുഭവങ്ങൾ അറിയുണ്ടായി. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് കണ്ട മറ്റൊരു ഭക്തയാണ്. ഇവിടെ ക്ഷേത്രത്തിൽ എപ്പോഴും വരികയും പൂജകൾ നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു ഭക്തയാണ്. നമ്മുടെ പേരെന്താണ്? നമ്മുടെ പേര് രാധാമണി. രാധാമണി എന്നാണ് നമ്മുടെ പേര്. അപ്പം അമ്മയ്ക്ക് അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അങ്ങനെ എന്തൊക്കെയാണ് നമുക്ക് ചോദിച്ചറിയാം നമ്മുടെ ഭക്തർക്ക് വേണ്ടി. അപ്പം അമ്മയ്ക്ക് ഇവിടെ വന്നതിന് ശേഷം ജീവിതത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആഗ്രഹിച്ച കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും കൊണ്ടെന്ന് പറയാം? എല്ലാ ആഗ്രഹങ്ങളും ഞാനിവിടെ വന്ന് പറഞ്ഞിട്ട് എനിക്കെല്ലാം സാധിച്ചു തന്നെ തന്നിട്ടുണ്ട്.
പിന്നെ എന്ന് പറയാൻ ഒത്തിരി ദുഃഖങ്ങളായിരുന്നു, സങ്കടത്തിലുള്ള ജീവിതങ്ങളൊക്കെ ആയിരുന്നു. അതെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാണ് ഒത്തിരി മാറ്റങ്ങളൊക്കെ കിട്ടിയത്. പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു അനുഭവം പറയുകയാണെങ്കിൽ? അപ്പം അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ ശരീരത്തിനൊന്നും സുഖമില്ലായിരുന്നു, എപ്പോഴും വയ്യാഴിയായിരുന്നു. ഇവിടെ വന്നിരുന്ന് നാമം ജപിക്കുകയും കഴിവുള്ള വഴിപാടുകളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്ത് മരുന്നുകൊണ്ട് പോലും മാറാത്ത കാര്യങ്ങൾ അമ്മ മാറ്റി തന്നു എന്നുള്ളതാണ്. ഒരുപാട് പേര് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് ആശുപത്രിയിലൊന്നും പോയിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് പോലും മാറാത്ത അസുഖങ്ങളൊക്കെ ഇവിടെ വന്ന് അമ്മയോട് വന്ന് നമ്മള് കരഞ്ഞ് പ്രാർത്ഥിച്ചതിന്റെ പോലെ പ്രാർത്ഥിച്ചിട്ട് മാറി. ഒരുപാട് ഭക്തർ അങ്ങനെ വരുന്നുണ്ടോ? ഒത്തിരി ഭക്തരൊക്കെ ഇവിടെ വരുന്നുണ്ട്, ഒരുപാട് ആളൊക്കെ വന്നോണ്ടിരുന്നതായിരുന്നു. ഇവിടെ എന്ന് പറയുമ്പോ എല്ലാവർക്കും ഇവിടെ തന്നെ ഇരുന്നാൽ പറ്റത്തില്ലല്ലോ, ജോലിക്കും ഓരോ കാര്യത്തിനൊക്കെ പോകുന്നു. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ആള് വരികയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല അനുഭവങ്ങളാണ് നമുക്ക് ഇവിടെ വന്നേ പിന്നെ കിട്ടാൻ തുടങ്ങിയത്, കിട്ടുന്നതും ഒക്കെ. ഫാമിലി അവരൊക്കെ വരാറുണ്ടോ? എല്ലാരും വരും. മോനും മരുമോളും കുഞ്ഞും ഒക്കെ ഇവിടെ തന്നെയായിരുന്നു. അപ്പൊ ഇന്നിപ്പം വരാൻ മേലെന്ന് പറഞ്ഞാൽ മോക്ക് വരാൻ മേലാഞ്ഞ കാരണം കൊണ്ട്, അങ്ങനത്തെ ഒരു ഇത് കാരണം കൊണ്ടാണ്. അല്ലെങ്കിൽ മൊത്തത്തിൽ ഞാൻ ഇറങ്ങുമ്പോൾ അവരെന്നേലും മുമ്പ് ഇറങ്ങിയിരിക്കും വരാനായിട്ട്. അവർക്കാണ് ഏറ്റവും ഇഷ്ടം ഇവിടെ വരാനായിട്ട്. അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടായത് കൊണ്ട് അവർക്ക് ഇഷ്ടമാണ് വരാൻ. കൂടുതലായിട്ട് എനിക്ക് ഈ അസുഖത്തിൻ്റെ ആണ് കൂടുതൽ. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിനൊരു വയ്യാഴിയൊക്കെ വന്നിട്ടേ ആശുപത്രിയിൽ നിന്ന് കൈയൊഴിഞ്ഞ് വിട്ടതാണ്. വിട്ടിട്ട് ഇവിടുത്തെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അമ്മ പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വിളിച്ചുകൊണ്ട് വന്ന് അയാൾ ഇവിടുന്ന് രക്ഷപ്പെട്ട് വടിയെ പോലും നടക്കാൻ പറ്റാത്ത ഇതിൽ കോരി ഇങ്ങനെ എടുത്തോണ്ടായിരുന്നു വന്നത്. അയാൾ പിന്നെ വടിയേലായി, പിന്നെ നല്ല രീതിയിൽ നടന്ന് പിന്നെയും 3-4 വർഷത്തോളം ജീവിച്ചിരുന്ന് കഴിഞ്ഞാണ് മരിച്ചത്. അത്രയ്ക്ക് ഇങ്ങനെ കോരി എടുത്തോണ്ടാണ് അച്ഛനെ ഇവിടെ കൊണ്ടുവന്നത്. ഇല്ല, നടക്കത്തുമില്ല, വർത്തമാനം പറയത്തില്ല, ആഹാരം കഴിക്കത്തില്ലായിരുന്നു. ഇവിടെ വന്ന് ഈ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അമ്മ പൂജിച്ചു കൊടുക്കുന്ന ഓരോ സാധനങ്ങൾ കഴിക്കാൻ തന്നെ തുടങ്ങിയതും. പിന്നെ വിശപ്പായി, ദാഹമായി, അങ്ങനെയൊക്കെ ആയി. പിന്നെ അസുഖങ്ങളെല്ലാം ഒരുവിധം കുറഞ്ഞ് എല്ലാം മാറി നടക്കാൻ തുടങ്ങി. നടക്കാനെന്ന് പറഞ്ഞാൽ നല്ലപോലെ നടക്കത്തില്ല, വടി വേണമായിരുന്നു, പിന്നെ ഒരാളും പിടിക്കണമായിരുന്നു. അപ്പം അതൊക്കെ ഇവിടം കൊണ്ട് തന്നെ നല്ല രീതിയിലൊക്കെ മാറ്റി കിട്ടി. അത് കഴിഞ്ഞ് 3 വർഷം ജീവിച്ചിരുന്ന് കഴിഞ്ഞാണ് മരിച്ചത്. അപ്പം അത് വലിയൊരു അത്ഭുതം തന്നെയാണ്. അത് കഴിഞ്ഞാണ് പിന്നെ എൻ്റെ മേലാഴിയെക്കുറിച്ച് ഞാനിവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാനും അമ്മയുടെ ഒരേ ഇത് ചോദിച്ച് മേടിച്ചെന്ന് പറഞ്ഞാൽ മതി. ഇപ്പം നടന്ന് വേല ചെയ്യുന്നുണ്ട്. 2 മുട്ടിനും മേലാതെയൊക്കെ നടക്കാൻ പോലും മേലായിരുന്നു എനിക്ക്. ഈ മുട്ടിന് തേയ്മാനമായിട്ട് എല്ലാം ഓക്കെ ആയി, നല്ല രീതിയിലൊക്കെ ആയി. പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ വരും. പിന്നെ അല്ലാതെ ഉള്ള ദിവസങ്ങളൊക്കെ പ്രാർത്ഥന അല്ലാതെ എല്ലാ ദിവസവും ഉണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ വരാൻ അമ്മയ്ക്ക് പറ്റിയില്ലെങ്കിൽ ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ വരും. കുഴപ്പമൊന്നുമില്ല. വഴിപാടെന്ന് പറഞ്ഞാൽ ഒത്തിരി ഒന്നും ചെയ്യല. ഞാൻ എന്തെങ്കിലും വല്ല പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ അമ്മയ്ക്കൊരു മാല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നേ ഉള്ളൂ. നമുക്ക് അതിൽ കൂടുതൽ ചെയ്യണമെന്നുണ്ട്. പക്ഷെ സാമ്പത്തികം കൊണ്ട് ചിലപ്പോൾ ഒക്കാതെ വരുമ്പോൾ ചെറിയ രീതിയിൽ എന്ന് വെച്ചാൽ വാരിക്കോരി കൊടുക്കാൻ അവർ ചോദിക്കുന്നുമില്ല, ഞാനൊന്നും കൊടുക്കുന്നുമില്ല. പിന്നെ കൊടുക്കണം, നല്ല മനസ്സോടെ കൊടുക്കണമെന്നുണ്ട്. സാമ്പത്തികമൊക്കെ അമ്മ തരട്ടെ. അങ്ങനെയൊക്കെ. ഇപ്പൊ കൃഷ്ണ ഭഗവാനെ കുറിച്ച് ഗുരുവായൂരൊക്കെ പോയിട്ടുണ്ടോ? ഗുരുവായൂർ പോകും. കൃഷ്ണ ഭഗവാനൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്? ഉണ്ട്, കൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കും. എന്നാലും കൂടുതലും ഇവിടെ വരുന്നതുകൊണ്ട് ഇവിടുത്തെ ഇതിലൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ പോകുമ്പോൾ നമ്മൾ പഴനിയിലൊക്കെ പോകുന്ന കൂട്ടത്തിലെ ഗുരുവായൂർ പോകുന്നില്ല. ഗുരുവായൂരായിട്ട് മാത്രം അങ്ങനെ നമ്മൾ എപ്പോഴും പോകാറില്ല, വല്ലപ്പോഴും അങ്ങനെ പോകും.